ഇതാണ്ട് സിംഹം നടന്ന് ബിൽഡിങ്ങിലേക്ക് കയറി പോകുന്നു. അവിടെ ജോലിക്കാരൊന്നും ഇല്ലേ? ജോലിക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇതാണ്ട് വരി വരിയായിട്ട് ജിറാഫുകൾ എത്ര എണ്ണമാണെന്ന് നോക്കി. ജിറാഫിൻ്റെ പുറത്തുള്ള ഡിസൈൻ കണ്ടോ? And the lifespan is so big. Sometimes they live in 90, 18, 70, or up to 100 years. Yes. 200 years. 200 years. 100 years is not 200 years. Sorry. Yeah. So the buffalo, they're just walking in the big group. Okay. But these others are loaded of the group. ഇത് വൈൽഡ് ബീസ്റ്റും ഇമ്പാലയും അല്ലയോ? അയ്യോ, ഒരുപാടുണ്ടല്ലോ. ഹായ് സുഹൃത്തുക്കളെ, മറ്റൊരു ആഫ്രിക്കൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ എടുക്കുന്നത് ടാൻസാനിയയിലെ 4ാമത്തെ ദേശീയ ഉദ്യാനമായ മിഗുമി നാഷണൽ പാർക്കിലാണ്. ദാർസലാമിൽ നഗരത്തിൽ നിന്ന് ഏകദേശം 300 കിലോമീറ്റർ പടിഞ്ഞാറ് ഭാഗത്തായി ഉലുഗുരു ലുഗുണ്ട പർവ്വതനിരകൾക്കിടയിലുള്ള ഒരു സ്ഥലമാണ് മിഗുമി നാഷണൽ പാർക്ക്. ഞങ്ങൾ രാവിലെ തന്നെ മിഗുമി പാർക്കിൻ്റെ ഫ്രണ്ടിലെത്തി. ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത് 16 വയസ്സിന് മുകളിലുള്ളവർക്ക് $30 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയുള്ളവർക്ക് $10 ഈസ്റ്റ് ആഫ്രിക്കൻ ഒക്കെ ഉള്ളവർക്ക് 16 വയസ്സിന് മുകളിലുള്ളവർക്ക് 5000 ടാൻസാനിയ ഷില്ലിംഗ് ആണ്. അതുപോലെ ആഫ്രിക്കൻ പൗരന്മാർക്ക് 2000 ഷില്ലിംഗ് ആണ് കുട്ടികൾക്ക് വരുന്നത്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്. രാവിലെ ഹോട്ടലിൽ നിന്ന് തന്ന ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു ഞങ്ങൾ മിഗുമി നാഷണൽ പാർക്കിലേക്ക് യാത്ര തിരിക്കുകയാണ്. ഫെലിക്സാണ് ഞങ്ങളെ ഡ്രൈവർ. ഫെലിക്സാണ് ഇതിനുള്ളിൽ ഞങ്ങളെ കൊണ്ടുപോയി കാണിക്കുന്നതും അതിനെപ്പറ്റി കൂടുതൽ പറയുന്നതും. എന്തായാലും ഞങ്ങൾ ഫ്രണ്ട് കവാടത്തിനടിക്കിലേക്ക് പോവുകയാണ്. രാവിലെ കൊണ്ടുവന്ന കാപ്പിയൊക്കെ കുടിച്ച് എല്ലാം ക്ലിയറായി. ഒരുപാട് ആളുകൾ ഇവിടെ തന്നെ നിൽപ്പുണ്ട്. ഇനി ഇവിടെ ഒരു ടിക്കറ്റ് ചെക്കിംഗ് ഉണ്ട്. When you land there, they say Mikumi National Park. Miss, welcome at the Mikumi National Park. This is main gate of Mikumi National Park. Okay. Surely. Yes. Yo, niko na kinasa kauti. Go. അങ്ങനെ പാർക്കിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു. ഇനിയാണ് കാഴ്ചകൾ കാണാനൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. രാവിലെ സഞ്ചാരികളുമായി പോയവർ തിരിച്ച് വരുന്ന കാഴ്ച നമുക്ക് കാണാം. പാർക്കിലേക്ക് കയറി വന്നപ്പോൾ ആദ്യം കാണുന്നത് ഒരു കൂട്ടം ഇമ്പാലകളും വൈൽഡ് ബീസ്റ്റും കൂടെ നിന്ന് മേയുന്നതാണ്. ഇമ്പാല എന്നത് ആഫ്രിക്കയിൽ കാണുന്ന ഒരു തരം മാനുകളാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന മാനുകളുടെ കൂട്ടുള്ളതല്ല ഇത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചുവപ്പ് കലർന്ന തവിട്ട് നിറമാണ്. വയറിന് വെളുപ്പ് നിറവും. ആൺ ഇമ്പാലകൾക്ക് വളഞ്ഞ കൊമ്പുകളുണ്ടാവും. എന്നാൽ പെൺ ഇമ്പാലകൾക്ക് കൊമ്പുകളെ കാണുകയില്ല. ഇവ വളരെ വേഗത്തിൽ ഓടാനും ഉയരത്തിൽ ചാടാനും കഴിവുള്ള മൃഗമാണ്. കിഴക്കൻ ആഫ്രിക്കയിലും തെക്കൻ ആഫ്രിക്കയിലുമുള്ള പുൽമേടുകളിലാണ് ഇവയെ കൂടുതലായി കാണുന്നത്. ഇമ്പാലകൾക്കൊപ്പം വൈൽഡ് ബീസ്റ്റ് നിൽപ്പുണ്ട്. വൈൽഡ് ബീസ്റ്റിനെ പറ്റി പറയാം. വൈൽഡ് ബീസ്റ്റിൽ അഥവാ ജിനു എന്നാണ് അറിയുന്നത്. ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഒരുതരം കുതിരമാനാണ്. ഇവയ്ക്ക് കുതിരയുടെ ശരീരവും കാളയുടെ കൊമ്പുകളും ഉണ്ടെന്ന് തോന്നിക്കുന്ന ഒരു രൂപമാണുള്ളത്. പ്രധാനമായും 2 തരം വൈൽഡ് ബീസ്റ്റുകളാണ് ഉള്ളത്. നീല വൈൽഡ് ബീസ്റ്റും ബ്ലാക്ക് വൈൽഡ് ബീസ്റ്റും. നീല വൈൽഡ് ബീസ്റ്റ് ആണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. കറുത്ത വൈൽഡ് ബീസ്റ്റ് ഇവയ്ക്ക് ശരീരത്തിൽ കറുത്ത രോമങ്ങളും വെളുത്ത വാലുകളുമാണ് ഉള്ളത്. ഇവയുടെ ജീവിതം എന്ന് പറയുന്നത് കൂട്ടമായിട്ടാണ് ചെയ്യുന്നത്. ഇമ്പാലകളുടെ കൂടെയും സീബ്രകളുടെ കൂടെയൊക്കെയാണ് ഇതിൻ്റെ താമസം. ലക്ഷക്കണക്കിന് ഈ വൈൽഡ് ബീസ്റ്റുകൾ സഞ്ചരിക്കുന്ന ഒരു സമയമുണ്ട്, മൈഗ്രേഷൻ സ്പീഡ്. അത് ആഹാരം തേടി കൂട്ടമായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയുണ്ട്.
അത് സെപ്റ്റംബർ ഒക്ടോബർ സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇവയ്ക്ക് വേഗത്തിൽ ഓടാൻ കഴിയും. ഇത് വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്നു. സെറംഗെറ്റി പോലുള്ള വന്യജീവി സങ്കേതത്തിൽ വൈൽഡ് ബീസ്റ്റുകൾ ആവാസവ്യവസ്ഥയുടെ പ്രധാന ഭാഗമാണ്. സിംഹങ്ങൾ, കഴുതപ്പുലികൾ തുടങ്ങിയ വേട്ടമൃഗങ്ങളുടെ പ്രധാന ഭക്ഷണം ഇവയാണ്. Like this. Okay. Make sure you put on the car. On this, you see antelope impala over there. But the antelope impala, if you see they have horns, but that's one is the male. And if you see who don't have horns, but that is a female. Make sure you know about this, the difference for this. And we have there, you saw gnu or wild beast. Insect they fly, and also when the insect they fly, also Malabu they use the time to eat. So it gets a chance to get the food for the group of animal. So sometimes you see they walking together with the impala on the group. Yes. But impala, we have so many species of antelope, but these are the most species because there are so many group of impala in the world, our country and our national parks. ഇമ്പാലകളെ കണ്ട് മുന്നോട്ട് യാത്ര ചെയ്യുമ്പോഴാണ് പുല്ല് തിന്നുകൊണ്ടിരിക്കുന്ന പന്നിക്കൂട്ടത്തെ കണ്ടത്. ഭൂമ്പ എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. പല പേരിലും പല ഇനത്തിലുമുള്ള പന്നികൾ ഇവിടെ കാണാം. That's not pig, right? Yeah, it's wild pig. It's not pig. Yeah, it's wild pig. Watchdog. Yeah, watchdog. Yeah. But sometimes for the lion, they like to eat this because they are good meat, very sweet meat. So lion also very happy to eat. സിംഹങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട ആഹാരം ഈ പന്നികളെയാണ്. അപ്പം പന്നികളെ കണ്ട് മുന്നോട്ടടങ്ങുമ്പോൾ വീണ്ടും ഇമ്പാലകളെ കാണാം. ഇമ്പാലകളുടെ അടുത്ത് വലിയ പെലിക്കൻ പക്ഷിയെ കാണാം. ഇമ്പാലകളുടെ അടുത്ത് വരുന്ന പറക്കുന്ന ചെറു പ്രാണികളെ കൊത്തി തിന്നുകയാണ് ഇവരുടെ ലക്ഷ്യം. ഈ ഇമ്പാലകളുടെ കൊമ്പുകൾ വളഞ്ഞതാണ്. ആൺ ഇമ്പാലകളാണത്. ഇമ്പാലകളെ കണ്ട് മുന്നോട്ട് യാത്ര തിരിച്ചപ്പോഴാണ് നമ്മുടെ മുമ്പിൽ ആഫ്രിക്കൻ കുരങ്ങിനെ കണ്ടത്. But the black-faced monkey are the difference with the baboon. But the baboon is so big more than the black-faced monkey. But this too small. And when you saw the big, but this is adult one. This it's already enough matured. Yes. Yeah. You saw the tail is so high. So they just help to control the when they jump on the trees. Yeah. Yeah. കുരങ്ങിനെയും കണ്ട് മുന്നോട്ട് പോയപ്പോഴാണ് തൊട്ടടുത്തായിട്ട് ഒരു വെറൈറ്റി പക്ഷിയെ കണ്ടത്. പക്ഷികളുടെ ഒരു സ്ഥലം കൂടിയാണിത്. വിവിധ ഇനത്തിലുള്ള പക്ഷികൾ ഇവിടെ ഉണ്ട്. അതിൻ്റെ ശാസ്ത്ര പഠനങ്ങളൊക്കെ നടക്കുന്ന ഒരു ഏരിയയാണ്. അങ്ങനെ യാത്ര ചെയ്ത് മുന്നോട്ട് വരുമ്പോഴാണ് ആഫ്രിക്കൻ ആനയെ കണ്ടത്. അത് വലിയൊരു സന്തോഷമായി ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും. ആനയെ കണ്ടപ്പോൾ തന്നെ ഫെലിക്സ് വാഹനം അവിടെ ഓഫ് ചെയ്ത് അവിടെ നിർത്തിയിരിക്കുകയാണ്. ഈ ആനകൾ ഈ ക്രോസ് ചെയ്യാനുള്ള പുറപ്പാടാണ്. അപ്പം അതിനെ ശല്യപ്പെടുത്തേണ്ട, ക്രോസ് ചെയ്യുന്ന വിഷ്വൽ ഉൾപ്പെടെ നമുക്ക് കിട്ടും. അതിനെപ്പറ്റി കൂടുതൽ ഫെലിക്സ് പറയും. Yes, but this is called the African elephant. You know, on the world we have on two kinds of the elephant. We have Asian elephant and the African elephant. Yes, the difference is when you look this, the like has no big on size of the body. The different like Asian elephant. Yeah. But this African elephant is very aggressive, like different from the Asian elephant. This is very aggressive. Yes. He cannot friend with the human being. Okay. Yes. And also we can call the African elephant, it becomes for the eyes. Yeah, it's like a map of Africa. So it's just called in African elephant.
But was all the family. And who be the leader? Who steer the mother of the group? Mother? Yes, but the only female who can be the leader of the group. Is that mother? Yes, because the male he cannot live on the family. Almost the male just alone somewhere, and they came and they go, and also they came they go. He cannot stay on the family. So who stay on the family? Almost will be the female. So they just be the leader of them. Yes. So sometimes we can get the big family, sometimes we get the short family. Yes. And also there's good mammal animals. Elephant is good mammal and a good defense for their child. And we look, they lost some evil. You see they have one evil, also someone on this side they have lost. I think sometimes for the fighters or sometimes for the kick some part of the border of the trees. Like baobab, like acacia, yes. But they use some evil in order to kick some parts, in order to get some water. And you know why the elephant almost they eat? Because they have poor digestion. Sometimes they eat, sometimes they remove like they eat. And almost the elephant they include so many things for the eating. It including glass, trees, and sometimes fruits. Yes, it depending. Sometimes fruit for the human planting or fruit from the forest fruits like malula. And forest in a planting like a watermelon, but they eat. നമ്മുടെ മുന്നിലുള്ളത് ആഫ്രിക്കൻ ആനകളുടെ ഒരു ഫാമിലിയാണ്. തള്ളയും ഒരു കുട്ടിയും അച്ഛനുമാണ്. ഈ ആനയുടെ ഒരു പ്രത്യേകത ഇതിന് ഒരു കൊമ്പ് മാത്രമേ ഉള്ളൂ. പ്രധാനമായും ആഫ്രിക്കൻ ആനകളും ഏഷ്യൻ ആനകളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അവയുടെ ശരീരഘടന, സ്വഭാവം, വലിപ്പം എന്നിവയുമായാണ് ഈ ഒരു പ്രത്യേകതകൾ. ആഫ്രിക്കൻ ആനയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവയുടെ വലിയ ചെവികളാണ്. ഇവയ്ക്ക് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ ആകൃതിയാണ് എന്നുള്ളതാണ് പറയുന്നത്. എന്നാൽ ഏഷ്യൻ ആനകളുടെ ചെവികൾ വലുതും വൃത്താകൃതിയിലുമുള്ള ചെവിയാണ്. ആഫ്രിക്കൻ ആനകളാണ് ലോകത്തിലെ ഏറ്റവും വലിയ കരയിലെ മൃഗങ്ങൾ. ഏഷ്യൻ ആനയേക്കാൾ വലിപ്പത്തിലും ഭാരത്തിലും ഇവ മുന്നിലാണ്. ആഫ്രിക്കൻ ആനകളിൽ ആണാനകൾക്കും പെണ്ണാനകൾക്കും കൊമ്പുകൾ ഉണ്ടാകും. എന്നാൽ ഏഷ്യൻ ആനകളിൽ ഭൂരിഭാഗം ആണാനകൾക്കാണ് കൊമ്പുള്ളത്. പെണ്ണാനകൾക്ക് ചെറിയ കൊമ്പുകൾ ഉണ്ട്. ആഫ്രിക്കൻ ആനകളുടെ തുമ്പിക്കൈയുടെ അറ്റത്ത് 2 വിരലുകളുണ്ട്. ഏഷ്യൻ ആനകളുടെ തുമ്പിക്കൈക്ക് ഒരൊറ്റ വിരൽ മാത്രമേ ഉള്ളൂ. ഇത് ഉപയോഗിച്ചാണ് ഇവ ഭക്ഷണ സാധനങ്ങൾ എടുക്കുന്നത്. തലയുടെ ആകൃതി ആഫ്രിക്കൻ ആനകളുടെ തല വൃത്താകൃതിയിലുള്ളതാണ്. എന്നാൽ ഏഷ്യൻ ആനകളുടെ തലയ്ക്ക് മധ്യഭാഗത്ത് ഒരു കുഴിയുണ്ട്. അത് 2 ഭാഗത്തായി വേർതിരിക്കുന്നതായി കാണാം. But this young is so young, it's like 3 years or 2 years and a half. Because we've get 5 years, you can get the milk from the mommy. They stop to get the milk. So now they still like 2 years and a half or 2 years. Yeah, still all that. ആഫ്രിക്കൻ ആനകളുടെ ചർമ്മം ഏഷ്യൻ ആനകളെ അപേക്ഷിച്ച് കൂടുതൽ ചുളിവുകളുള്ളതാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ ഏഷ്യൻ ആനകൾ ഏഷ്യയിലും കാണപ്പെടുന്നു. ആഫ്രിക്കൻ ആനകൾ പ്രധാനമായും പുൽമേടുകളിലും വനങ്ങളിലും കാണപ്പെടുമ്പോൾ ഏഷ്യൻ ആനകൾ വനപ്രദേശങ്ങളിലും മലനിരകളിലും കാണപ്പെടുന്നു. ആഫ്രിക്കൻ ആനകൾ വലിയ കൂട്ടങ്ങളായാണ് കാണുന്നത്, സാധാരണയായി സഞ്ചരിക്കുന്നത്. ഏഷ്യൻ ആനകളുടെ കൂട്ടങ്ങൾ താരതമ്യേന ചെറുതായിരിക്കും. So like the fruits over there, they're called dump pump fruits. This one, we'll see like they came from the trees. Although the elephant they eat, but dump pump fruit. ഇതൊരു പനയുടെ കായാണ്.
ആനകൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ പനയുടെ കാ കഴിക്കുന്നതാണ്. അതിന് പനയുള്ളിടത്ത് ആന എത്താറുമുണ്ട്. ആനയെ കണ്ട് മുന്നോട്ട് നീങ്ങിയപ്പോൾ ഈ ഒരു സൈഡിൽ ഒരു ചെറു വിമാനം കിടക്കുന്നതുണ്ട്. ഇത് പഴയതാണ്. അത് കേടായത് ഈ ഒരു പാർക്കിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് കൊണ്ട് ഇട്ടിട്ടുണ്ട്. വീണ്ടും നമ്മൾ കാണുന്നത് ഇംപാലയാണ്. ഇംപാലയുടെ കൂട്ടങ്ങളാണ്, ഒരുപാടുണ്ട്. That male who dominate all of them. Who are born there. Yeah. But the one male, you see there, they stay alone. It's idle. There is no family. So there is no power to fight with this guy, with this male. So they just live alone over there. So this male, they dominate all of them on the group. The stronger one, So the buffalo, they're just walking in the big group. Okay. But these others are loaded of the group. Yeah, but sometimes they are isolated in group, it become for their age. Or sometimes they lost some part of the body, like a leg or what. And it becomes like the first for the age. Yeah. Almost here you can see like all the male, but I think they have one female, they have child over here. ഇതാണ് ആഫ്രിക്കൻ കാട്ടുപോത്ത്. നമ്മളുടെ ഏഷ്യയിൽ കാണുന്ന കാട്ടുപോത്തല്ല, അത് കാട്ടിയാണ്. ഇത് വളരെ അപകടകാരിയാണ്. അതുമാത്രമല്ല വലിയ ശക്തനുമാണ്. കേപ്പ് ബഫല്ലോ എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ആഫ്രിക്കൻ പ്രദേശങ്ങളിലാണ് ഇവയെ ഏറ്റവും കൂടുതൽ കാണുന്നത്. ആഫ്രിക്കൻ കാട്ടുപോത്തുകൾക്ക് ഏകദേശം അതിൻ്റെ ശരീരം 1 മീറ്റർ മുതൽ 1.7 മീറ്റർ വരെ ഉയരം കാണും. ഒരു കാട്ടുപോത്തിൻ്റെ ഭാരമെന്ന് പറയുന്നത് 500 കിലോയൊക്കെ വരും. ആഫ്രിക്കയിൽ കാട്ടുപോത്തുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അവയുടെ കൊമ്പുകളാണ്. ആൺ കാട്ടുപോത്തുകളുടെ കൊമ്പുകൾ തലയുടെ മധ്യഭാഗത്ത് ഒന്ന് ചേർന്ന് ഒരു അസ്ഥി കവചം പോലെയാണ്. ഇവയുടെ ശരീരം കറുത്തതോ കറുപ്പ് കലർന്ന തവിട്ട് നിറത്തിലോ ആയിരിക്കും. പ്രായമാകുമ്പോൾ ഇവയുടെ നിറം കൂടുതൽ കറുപ്പായി മാറും. ഇവ കൂട്ടമായിട്ടാണ് സഞ്ചരിക്കുന്നത്. ഈ കൂട്ടങ്ങളിൽ 100 കണക്കിന് അംഗങ്ങളുണ്ടാവും. ഒരു കൂട്ടത്തിൽ പ്രായമായ പെൺപോത്തുകളാണ് നേതൃസ്ഥാനം. ഇവ പുല്ല്, ഇലകൾ, മറ്റ് സസ്യങ്ങൾ എന്നിവയാണ് പ്രധാനമായും കഴിക്കുന്നത്. ഇവ മികച്ച രീതിയിൽ നീന്തൽക്കാരാണ്. ഭക്ഷണം തേടി നദികൾ കടന്നും പോകാറുണ്ട്. ആഫ്രിക്കയിലെ ഏറ്റവും അപകടകാരികളിൽ ഒരു മൃഗമാണ് കാട്ടുപോത്ത്. സിംഹങ്ങളെപ്പോലും വേട്ടക്കാരെപ്പോലും കൂട്ടമായി ചേർന്ന് പ്രതിരോധിക്കാൻ ഇവയ്ക്ക് കഴിയും. ഇവയുടെ ശക്തമായ കൊമ്പുകൾ ഈ പ്രതിരോധത്തിന് വലിയ സഹായമാണ്. മനുഷ്യർക്ക് വളരെ അപകടകാരിയായ മൃഗമാണ് ഇവ. It's like now they become like a dark one. It's not there is no air. You can be. ആനയും കാട്ടുപോത്തും കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു കൂട്ടം ജിറാഫുകൾ പോകുന്നത് കണ്ടത്. തള്ളയും കുട്ടിയും അങ്ങനെ അടങ്ങുന്ന ഒരു കൂട്ടം ജിറാഫുകൾ. അവർ നിരനിരയായി വാല നടന്നു പോവുകയാണ്. ആഫ്രിക്കൻ പുൽമേടുകളിലും വനപ്രദേശങ്ങളിലും കാണപ്പെടുന്ന ഒരു ഉയരം കൂടിയ ജീവിയാണ് ജിറാഫ്. ജിറാഫുകൾക്കാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ജീവി. ഓരോ ജിറാഫിനും അതിൻ്റേതായ പ്രത്യേക പാറ്റേണുകളുള്ള പുള്ളിക്കുത്തുകളാണുള്ളത്. And also we saw the big difference of this. You saw the horns, but who see the small horns like this? And we see on the top the where, but this female. And you saw this back over there. You saw they have a big horns like this. On the top you see the parallel. It's a male. That's big difference of that. Also you can see the size of body is male and female. ജിറാഫുകൾ ചെറിയ കൂട്ടങ്ങളായാണ് സാധാരണയായി ജീവിക്കുന്നത്. ഈ കൂട്ടങ്ങളെ ടവർ എന്നാണ് വിളിക്കാറ്.
പ്രധാനമായും സസ്യഭുക്കുകളാണ് ജിറാഫുകൾ. ഉയരമുള്ള മരങ്ങളിലെ ഇലകൾ, പൂക്കൾ, കായ്കൾ എന്നിവയാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. സിംഹങ്ങളെപ്പോലും പ്രതിരോധിക്കാനുള്ള കഴിവ് ഇവയുടെ കാലുകൾക്കുണ്ട്. ഇവയുടെ കാലുകൊണ്ട് ശക്തമായി തൊഴിക്കും. വളരെ അപകടകാരിയാണ് ജിറാഫ്. ഒരു ദിവസം 5 മണിക്കൂർ വരെ മാത്രമേ ഇവ ഉറങ്ങാറുള്ളൂ. അടുത്ത സൈറ്റ് എന്ന് പറയുന്നത് സിംഹമാണ്. ഇത് പണി നടക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നു. ഒറ്റയ്ക്കേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ ഉള്ളത് മറ്റെവിടെയോ കിടപ്പുണ്ട്. അതിനെ പ്രതീക്ഷിച്ച് കിടക്കുകയാണ്. ഈ ഒരു ബിൽഡിങ് ഇവിടെ ഒരു എയർ സ്ട്രിപ്പ് വരുന്നുണ്ട്. ഈ ഒരു മിഗുമി നാഷണൽ പാർക്കിൽ ഒരു ചെറു വിമാനങ്ങൾ ഇറങ്ങാനുള്ള എയർപോർട്ട് വരുന്നുണ്ട്. അതിനു വേണ്ടിയുള്ള നിർമ്മാണ പ്രവൃത്തികളാണ്. ഈ സിംഹത്തെ കണ്ടുകൊണ്ട് ഇവിടെ ജോലി ചെയ്തിരുന്നവരെല്ലാം ഇവിടെ നിന്ന് മാറി. But that's what is male one. Of the king of the jungle. You know the lion they just live on the one pride. It's one pride is like say like one say like some family. We call pride for the lion. Yeah. Like a full team, like a Yes, yeah. Sometimes when you get the female, but the thing the female also sometimes they're gonna hunt somewhere. After hunt, after killing, and also the male they came to eat. The male they can hunt. Yeah. When you see the male they hunt, even if the age Is gone, male or female? it's male one. It's male. You see the hair on the neck. This is male. Yeah. Look carefully. There was some hair on the head. You see? But it's not mature, no? Fully? Yeah, it's matured, but it's depending with the cannot come to attack a It people. won't attack the people. No. Can attack the people? Even if I'll drive over there, but he cannot come to attack you. Sometimes the lion cannot come to attack you all the time. They hunt like a cat. When they're If- hungry, then only. If they're hungry, and even if they're hungry, it's not possible to come to attack you because you stay on the car. Also, they see the big something. They look like a big animal. So when you sit, you cannot make a movement on the car. It can come to attack. Yes, but he does not understand what this. Also, you can see. Also, they can defend themselves. അതിൻ്റെ ഇണയെ തിരക്കി അതവിടെ കിടക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സിംഹമുണ്ടെന്നുള്ളത് മറ്റുള്ള വാഹനങ്ങൾക്ക് എല്ലാവർക്കും പാസ് ചെയ്തു. അങ്ങനെ ഒരുപാട് ട്രക്കുകൾ വിദേശ സഞ്ചാരികളുമായിട്ട് ഇവിടെ വന്ന് കിടക്കുകയാണ്. ഇതിനെ വ്യക്തമായിട്ട് എണ്ണിട്ട് നടക്കുന്നതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ഞങ്ങളും കാത്തിരിക്കുകയാണ്. അത് ഏറെ നേരമായിട്ടും അങ്ങനെ തന്നെ കിടക്കുകയാണ്. എന്നാൽ അതിൻ്റെ ഫ്രണ്ട് ഒന്ന് കാണാമെന്ന് വിചാരിച്ച് ഞങ്ങൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി. എന്നിട്ടും ഒരു രക്ഷയില്ല. കൂടെയുള്ള വണ്ടിക്കാരെല്ലാം അവർ പോവുകയും ചെയ്തു. ഒന്നാമത് ഹണ്ടിങ്ങിൻ്റെ സമയമല്ല, അതുകൊണ്ട് കൂടുതലായിട്ടൊന്നുമില്ല, ഇതിനെ കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സിംഹത്തെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ചെറു വിമാനം ആ ഒരു സ്ഥലത്ത് ലാൻഡ് ചെയ്യാൻ വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടേക്ക് വരുന്നവർക്കുള്ള ചെറു സ്ട്രിപ്പ് ഉണ്ടാക്കുകയാണ് ഇവിടെ. അതിനുവേണ്ടിയാണ് ഇത്രയും സ്ഥലം അവർ കെട്ടി നേരെ ബിൽഡിങ്ങുകൾ വെച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആ ഇറങ്ങുന്ന സ്ഥലത്ത് റൺവേയോ ഒന്നുമില്ല, വെറും നിലത്താണ് ഈ ഒരു ഫ്ലൈറ്റ് ഇറങ്ങുന്നത്. ഒരുപാട് ചെറു ഫ്ലൈറ്റുകൾ വന്ന് കിടപ്പുണ്ട്. അത് വന്നിറങ്ങിയപ്പോൾ പറക്കുന്ന പൊടിയാണ്. ഇവിടെയാണ് ഈ ചെറു വിമാനം വന്നിറങ്ങുന്നത്. ഏറെ നേരം ഞങ്ങൾ സിംഹത്തെ നോക്കി നിന്നു.
എന്നിട്ടും ഒരു പ്രതീക്ഷയുമില്ല. ഞങ്ങളങ്ങനെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ അത് എണ്ണീറ്റ് ആ ഒരു ബിൽഡിങ്ങിലേക്ക് നടക്കുകയാണ്. ആ ബിൽഡിങ്ങിൽ ജോലി ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഉള്ള അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. ആ ബിൽഡിങ്ങിന് ഉള്ളിലൂടെ തന്നെ ഈ സിംഹം കയറി പോകുന്നു. ഓപ്പോസിറ്റ് സൈഡിൽ ഇറങ്ങി അതിൻ്റെ ഇണയെ കാത്തു നിൽക്കുകയാണ്. ഇണ എവിടെയോ ഒന്നുകിൽ ഹണ്ടിങ്ങിന് പോയതായിരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എവിടെയോ വിശ്രമമായിരിക്കും. അദ്ദേഹം ഇണയെ തിരക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങളും കുറച്ചു നേരം വെയിറ്റ് ചെയ്തു, എന്നിട്ടും വേറെ ഒന്നും ഇല്ല. അതുകൊണ്ട് ഞങ്ങളും അവിടെ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് യാത്ര തിരിക്കുകയാണ്. അദ്ദേഹം കുറേ നേരം ഈ ഒരു ബിൽഡിങ്ങിൽ തന്നെ ഇരുന്നിട്ട് അവിടെ തന്നെ കിടക്കുകയാണ്. സിംഹത്തെ കണ്ട് ഇറങ്ങിയപ്പോൾ വീണ്ടും ഇമ്പാലകൾ അത് ഞങ്ങളെ നോക്കി തന്നെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ ഹിപ്പോ പൂളിൽ എത്തിയിരിക്കുകയാണ്. ഹിപ്പോപ്പൊട്ടാമസിനെ കാണാൻ വേണ്ടി. ഇവിടെ ഒരുപാട് ഹിപ്പോപ്പൊട്ടാമസ് ഉണ്ട്. ഈ ഒരു കുളത്തിൽ ഇഷ്ടം പോലെ ഉണ്ട്. But this the hippo almost the time they just live on the water. And evening time, but they came outside to get the food. But they eat on glass. So why the hippo almost the time they just live in the water? Because this coming the skin is not good for the sun. So they take time to defense to live in the water. Even if they came outside in afternoon, but they get some crack on the body. So water is just help to protect the skin. Yes. So they just choose almost to live on the water. But evening time they came outside to get the food because they eat on glass. Evening time outside? Yes, at evening time, even if the sun is not well. So they can Yes. they can get outside. They go one more than 50 kilometer, 30 kilometer, 15 kilometer per day. After finish to eat the food, they be back on the water. One child is taking go. What? One child is taking go. No. You know, in national park, you can't put something. You cannot take in something. But everything you get here is natural. It's not artificial. Yes. It's natural. It's not artificial. ഹിപ്പോ കുളത്തിൽ ഇരിക്കുന്ന ഒരു ചെറിയ കുളക്കോഴി. നമ്മുടെ നാട്ടിലെ ബ്ലാക്ക് കുളക്കോഴിയല്ല, ഇതൊരു തവിട്ട് കളറാണ്. ആ കുളക്കോഴി അവിടെ ഭയങ്കര ശബ്ദം ഉണ്ടാക്കുകയും കരയുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാം. ഞങ്ങളുടെ കൂടെയുള്ള വാഹനങ്ങളും എല്ലാം വന്നപ്പോഴത്തേന് ആൾ കണ്ടപ്പോൾ ഈ കുളക്കോഴി പറന്നുപോയി. അതിന് തൊട്ട് ഓപ്പോസിറ്റായിട്ട് ഈ സഞ്ചാരികളെ കൊണ്ടുവന്ന ട്രക്ക് പൊതഞ്ഞു കിടക്കുകയാണ്. അപ്പം അതിനെ വലിച്ചു കയറ്റാൻ വേണ്ടി വന്ന മറ്റൊരു ട്രക്കാണ് ഈ കാണുന്നത്. അത് ആ സൈഡിലൂടെ പോകാനുള്ള സ്ഥലമില്ല, ഏകദേശം ഒരു ട്രക്കിന് പോകാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ ഹിപ്പോ കുളത്തിൽ ഒരുപാട് ഹിപ്പോകളുണ്ട്. ഉച്ച സമയമായതിനാൽ ഇതെല്ലാം വെള്ളത്തിൽ കിടക്കുകയാണ്. വൈകുന്നേര സമയങ്ങളിലാണെങ്കിൽ ഇതെല്ലാം ഇങ്ങനെ പുറത്ത് വരും, തീറ്റ തേടി ഇങ്ങനെ പുറത്ത് വരും. ഇവിടുത്തെ മാനുകളും അതുപോലെ മറ്റുള്ള ചെറിയ അനിമൽസിനെയൊക്കെയാണ് ഇത് ഭക്ഷിക്കുന്നത്. വെള്ളം കുടിക്കാൻ വരുന്ന മാനുകളെയൊക്കെ ഇവ ഭക്ഷിക്കാറുണ്ട്. അങ്ങനെ ഹിപ്പോ കുളത്തിൽ നിന്ന് ഞങ്ങൾ യാത്ര തിരിച്ചു അടുത്ത ഒരു സ്ഥലത്തേക്ക്. ചെറിയ ഇടുങ്ങിയ വഴികളാണ്, എല്ലാം മഴ പെയ്ത് കട്ടറായി കിടക്കുന്ന സ്ഥലം. ചെറിയൊരു പാലം, ആ പാലത്തിലൂടെ കയറി മുകളിലോട്ട് പോവുകയാണ്. ഇവിടുത്തെ മരങ്ങളെല്ലാം ഹൈറ്റ് കുറവാണ്, പടർന്ന് പന്തലിച്ച മരങ്ങളാണ് കാണുന്നത്. ഒരു ഓഫ് റോഡ് സർവീസ് തന്നെയാണിത്. അല്ലെങ്കിൽ തന്നെ ഈ ഒരു നാഷണൽ പാർക്കിൽ റോഡ് ടാർ ചെയ്താൽ ഇതിൻ്റെ യാത്രാസുഖം കിട്ടുന്നില്ലല്ലോ.
അതുമാത്രമല്ല ഇവിടെ താമസക്കാരുമില്ലല്ലോ. അപ്പോൾ ഇത് തന്നെയാണ് നല്ലത്. അടുത്ത ഒരു സ്പോട്ട് തിരക്ക് ഞങ്ങൾ പോവുകയാണ്. ഞാൻ ഫ്രണ്ടിൽ സീറ്റിലിരിക്കുകയാണ്. അവിടെ നിന്ന് എണ്ണീറ്റ് നോക്കും എവിടെയെങ്കിലും ഏതെങ്കിലും ആനിമൽസ് ഉണ്ടോ എന്നുള്ളത്. വാഹനത്തിലിരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുകയില്ല. ഇതും കൃത്രിമമായി ഉണ്ടാക്കിയ ഹിപ്പോ പൂളാണ്. ഈ നാഷണൽ പാർക്കിലുള്ളതെല്ലാം കൃത്രിമമായി നിർമ്മിച്ച ഹിപ്പോ പൂളുകളാണ്. അതിലാണ് ഹിപ്പോകളെ പാർപ്പിച്ചിരിക്കുന്നത്. ഈ ഒരു റോഡിലൂടെ ഈ വാഹനം കുണുങ്ങി പോകുമ്പോൾ അതിനകത്തിരുന്ന് യാത്ര ചെയ്യാൻ നമുക്കും ഉത്സാഹമാണ്. പക്ഷേ അധിക നേരം ഇതുപോലുള്ള ഇമ്പാലകളെയും മറ്റ് മൃഗങ്ങളെയും കണ്ടു കഴിയുമ്പോഴത്തേനും മടുത്തു പോകും. ഇതിനോട് താല്പര്യമുള്ളവർ മാത്രമാണ് യാത്ര ചെയ്താൽ സന്തോഷമാവുകയുള്ളൂ. ഞങ്ങളെപ്പോലെ വട്ടം കറങ്ങി നടന്ന് ഓരോ മൃഗങ്ങളെ കാണുന്ന അനേകം ആളുകളാണ് ഒരു ദിവസം ഇവിടെ വരുന്നത്. ആഫ്രിക്കയുടെ മുഖ്യ സ്രോതസ്സെന്ന് എന്ന് പറയുന്നത് ഈ സഞ്ചാരങ്ങളാണ്, ടൂറിസമാണ്. ഈ ടൂറിസത്തിലൂടെയാണ് അവർ വരുമാനം കണ്ടെത്തുന്നത്. വീണ്ടും ഹിപ്പോ പൂള് ആ സൈഡിലോട്ടുണ്ടെന്നുള്ള ആരോ മാർക്ക് കിടപ്പുണ്ട്. ഞങ്ങൾ അതുവഴി പോയില്ല. ഏത് വഴിയാണ് പോകേണ്ടതെന്നുള്ള കൺഫ്യൂഷൻ, ഏത് സൈഡിലാണ് മൃഗങ്ങളുള്ളത് എന്നുള്ളത്. ഭാഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മൃഗങ്ങളെ കാണാൻ പറ്റുകയുള്ളൂ. ആനയും കാട്ടുപോത്തും കടുവയും പുലിയും ഇതുമെല്ലാം ഉണ്ട്. പക്ഷേ എവിടാണ് എപ്പോഴാണ് കാണുന്നതെന്ന് അറിയില്ല. ചിലപ്പോൾ ആനകൾ കൂട്ടമായി വരാറുണ്ട്. വൈൽഡ് ബീസ്റ്റുകളെ കാണാം, മാനുകളെ കാണാം, അങ്ങനെ വിവിധ ഇനം മൃഗങ്ങളെ കാണാം. വീണ്ടും പോകുന്ന വഴിയിൽ സൈഡിൽ കാണുന്ന ഇമ്പാലകളാണ് ഈ കാണുന്നത്. ഇത് മറ്റൊരു കുരങ്ങ് വർഗത്തിൽപ്പെട്ടു. ഇതും പുല്ലുകൾ പറക്കി തിന്നുകയാണ്. ഇതിൻ്റെ പ്രത്യേകത വാലും അതിനോട് ചേർന്ന ബാക്ക് സൈഡിലൊരു ചുവന്ന ഒരു ഷേപ്പും കാണാം. ഇതും കൂട്ടമായി Before പുല്ല് the തിന്നുകയാണ്. velvet manga is different to the yellow baboon. That's the yellow baboon. But the treatment of yellow baboon, they just live on big troops of the family, but the treatment is like a human being. When they treat the child, it's like human being, they treat the child at home. And also they just eaten like a human. Also they eat vegetable also. They eat meat sometimes. Yes. So many characters like human. Yeah. Here there are some seat on the glass. Yeah. Full. Here, around the national park, but we have some fruits, like malula, like baobab, like tamaling. Yes. ഒരു മരത്തിൽ ഒരുപാട് കിളിക്കൂടുകൾ, അതും ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ്. അവിടെ നിന്ന് ഫെലിക്സ് വീണ്ടും വണ്ടി മുന്നോട്ടെടുത്തു. നല്ല നിരന്ന സ്ഥലമാണ്, പുൽമേടുകളാണ്, വിശാലമായ സ്ഥലമാണ്. അങ്ങിങ്ങായി കാണുന്ന മരങ്ങൾ, അതിന് വലിയ ഹൈറ്റുകളില്ല. എനിക്ക് തോന്നുന്നു ജിറാഫുകൾ ഇതിൻ്റെ നാമ്പ് ഇലകൾ വരുമ്പോഴേ കടിച്ച് തിന്നുന്നതുകൊണ്ടായിരിക്കാം ഈ മരങ്ങളൊന്നും ഹൈറ്റ് കൂടാത്തത്. ഫെലിക്സിൻ്റെ ഫോട്ടോ എടുക്കും. ഫെലിക്സ് ഫോട്ടോയ്ക്ക് വേണ്ടി പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനും കുറച്ച് നേരം എൻ്റെ വീഡിയോ കുറച്ച് നേരം എടുത്ത് ഞാൻ ഫ്രണ്ട് സീറ്റിലാണ് ഇരിക്കുന്നത്. ആഫ്രിക്കൻ ആന വന്നപ്പോഴൊക്കെ ഞാൻ ഈ ഫ്രണ്ടിലായിരുന്നു. ഇപ്പോൾ ഈ കാണുന്നത് പുളിയാണ്, നമ്മുടെ നാട്ടിലെ വാളംപുളി. അവർക്കിത് ഭയങ്കര ഒരു കൗതുകമാണ്. ഞങ്ങളെ കൊണ്ടുവന്ന് ഈ ഒരു വാളംപുളിയുടെ മരത്തിൻ്റെ മൂട്ടിൽ കൊണ്ടു നിർത്തിയിട്ട് അദ്ദേഹം ഇതിനെപ്പറ്റി കൂടുതൽ വിവരിക്കുകയൊക്കെ ചെയ്തു. ഈ പുളി ആനയ്ക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഇത് കഴിക്കാൻ വേണ്ടി ആന വരാറുണ്ട്, ഒപ്പം കുരങ്ങുകളും വരാറുണ്ട്. പിന്നെ മാനുകൾ ഒക്കെ വന്ന് കഴിക്കാറുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഫെലിക്സ് ഞങ്ങളോട് പറഞ്ഞു. അത് കഴിഞ്ഞ് വണ്ടി മുമ്പോട്ടെടുത്തപ്പോൾ ഒറ്റയ്ക്ക് ഒരു ഇമ്പാല നിൽക്കുന്നു. വണ്ടിയുടെ സൗണ്ട് കേട്ടതുകൊണ്ടായിരിക്കാം അവൻ ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നു.
അതോ ഇനി മറ്റ് ഏതെങ്കിലും മൃഗങ്ങളെ കണ്ടിട്ടാണോ അവൻ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്നത് എന്നുള്ളത് അറിയാൻ വയ്യ. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് മരത്തിലെ ചെറിയ കുരുവികളുടെ കൂട്. ഒരു മരത്തിൽ തന്നെ അനേകം കൂടുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. അത് നമുക്ക് കാണാം. നല്ല മനോഹരമായ രീതിയിൽ ഡിസൈൻ ചെയ്താണ് ഓരോ കൊമ്പിലും അനേകം കിളികൾ കൂട് വച്ചിരിക്കുന്നത്. അതൊക്കെ ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ്. മറ്റു മരങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഒരു മരത്തിൽ തന്നെ അനേകം കൂടുകൾ കൂട്ടിയിരിക്കുന്നത്. കുരുവിയുടെ കൂട് കണ്ട് വീണ്ടും ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. എക്സിറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ആ വഴിയെ പോവുകയാണ്. ഇതിനിടയ്ക്ക് ഉച്ചയ്ക്കലത്തെ ആഹാരത്തിൻ്റെ കാര്യം ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചായിരുന്നു. അങ്ങനെ ആ ഊണിൻ്റെ കാര്യം ഓർഡർ ചെയ്തു. ഇനി ഊണ് കഴിക്കാൻ പോകണം. ഇവിടുന്ന് ഓടി അവിടെ ചെല്ലുമ്പോഴത്തേനും ഊണിന് സമയമാവും. ആദ്യം ചെല്ലുന്നവർക്കാണ് ഊണ് കിട്ടുന്നത്, അല്ലെങ്കിൽ തീർന്നു പോയാലോ. അതുകൊണ്ട് ഇനിയുള്ള കാഴ്ചകൾ കണ്ട് ഇനി ഊണ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. വിശാലമായ പുൽമേടുകളും മരങ്ങളും ഒക്കെ നിറഞ്ഞ നല്ല കാറ്റുള്ള ഈ ഒരു സ്ഥലത്തൂടെ സാവധാനം ഞങ്ങളുടെ ട്രക്ക് നീങ്ങി. ഫെലിക്സ് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. ഈ പുല്ലിനിടയിൽ മൃഗങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റില്ല. ഞാനതിന് എണ്ണീറ്റ് നിന്നാണ് ഷൂട്ട് ചെയ്യുന്നത്. റോഡ് കണ്ടോ, ഫുള്ള് ചെളിയായി കിടക്കുന്ന. ഒരിടത്ത് ചെളിയും കുഴിയുമാകുമ്പോൾ മറു സൈഡിലൂടെ വാഹനം കയറ്റി പോകും. പിന്നെ അതുവഴിയായിരിക്കും പിന്നീടുള്ള യാത്ര. ഇത്രയും നിരന്ന് കിടക്കുന്ന സ്ഥലത്ത് നമുക്ക് ഈ ഒരു വഴിയല്ലാതെ ഇടയ്ക്കൂടെ ഒന്നും കയറിപ്പോകാനുള്ള അനുവാദമല്ല. 1-2 അനിമൽസിനെ കണ്ടപ്പം ഫെലിക്സിനോട് പറഞ്ഞ് നമുക്ക് ഇടയ്ക്ക് കയറി പോകാമെന്ന്. അങ്ങനെ യാത്രയിൽ കണ്ട പെട്ടെന്നുള്ള കാഴ്ചയാണ് കണ്ടേ, ഒരു ലോഡ് മാനുകൾ, ഇമ്പാലുകൾ ക്രോസ് ചെയ്യുന്നു. അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരുന്നു. ഞങ്ങളുടെ കൂടെയുള്ള മറ്റുള്ളവർ അത് പാട്ടുകൾ, അന്താക്ഷരി കളിക്കുകയാണ്. ആ പാട്ടും ഓളമൊക്കെ ആയപ്പോഴത്തേന് അതൊരു പ്രത്യേകതയായിട്ട് ഫെലിക്സിനും തോന്നി. ഫെലിക്സ് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു ഗ്രൂപ്പിനെ കാണുന്നത്. വീണ്ടും വൈൽഡ് ബീസ്റ്റിൻ്റെ ഒരു കൂട്ടം കണ്ട്. ഞങ്ങളുടെ ഓപ്പോസിറ്റ് വരുന്ന ഒരു ട്രക്ക് കണ്ട്. ആ ട്രക്കിൽ ഞങ്ങൾ ഫോട്ടോ എടുത്തപ്പോൾ അവർ എന്തിനാണ് ഫോട്ടോ എടുക്കുന്നതെന്ന് ചോദിക്കുകയാണ്. അവർക്കും വളരെ സന്തോഷം. അങ്ങനെ ഈ ട്രക്കുകൾ വരുമ്പോഴെല്ലാം ഇവർ തമ്മിൽ, ഡ്രൈവർമാർ തമ്മിൽ അവരുടെ ഭാഷയിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യും, എവിടെയൊക്കെ എന്തൊക്കെ ഉണ്ട് എന്നുള്ളത്. അങ്ങനെ അറിഞ്ഞാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. വീണ്ടും ഞങ്ങൾ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഇമ്പാല ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. ഇദ്ദേഹം എന്താണ് ഇങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്നതെന്ന് അറിയാൻ വയ്യ. കണ്ടാൽ ഒരു പ്രതിമയാണെന്ന് വിചാരിക്കും. അപ്പോഴാണ് ഞങ്ങളെ ഇവ തിരിഞ്ഞു നോക്കുന്നത്. ഒന്നുകിൽ അവിടെ ഏതെങ്കിലും മറ്റു മൃഗങ്ങളും എല്ലാം കാണും, ഇവനെ നോക്കിയിരിക്കുമായിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങളുടെ വണ്ടി വന്നിട്ടും ഇവൻ അറിയാതെ. പിന്നീടുള്ള പ്രത്യേകത ഈ മരമാണ്. വയോബാവ് മരമെന്നാണ് അറിയപ്പെടുന്നത്. വെള്ളം സംഭരിക്കാൻ പറ്റുന്ന ഒരു മരമാണ് വയോബാവ് മരം. ഒരു കുടത്തിൻ്റെ ആകൃതിയിലുള്ള ഈ തടിക്ക് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം സംഭരിക്കാൻ കഴിയും. മഴക്കാലത്തെ മരം ഈ വെള്ളം വലിച്ചെടുത്ത് തടിയിൽ സൂക്ഷിക്കുകയും ഇതിൻ്റെ മൃദുവായും സ്പോഞ്ചുമായുള്ള പുറന്തൊലി വെള്ളം ആഴത്തിലുള്ള കലങ്ങളിലേക്ക് വലിച്ചെടുക്കുകയും സഹായിക്കുന്നു. പിന്നെ ഇതിനൊരു വിളിപ്പേരുണ്ട്, തലകീഴായി നിൽക്കുന്ന മരം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്.
ലഞ്ച് കഴിക്കാൻ വേണ്ടി ഇവിടെ എത്തി. ഇവിടെ 2 വാനരന്മാർ ഇന്ന് ആരൊക്കെ എന്തൊക്കെ കൊടുത്തതൊക്കെ പറക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫെലിക്സ് പറഞ്ഞ് ഒരു സാധനവും കൊടുക്കരുത്, വണ്ടിയിൽ നമ്മുടേതായിട്ടുള്ള ഒരു സാധനം വെക്കുകയും ചെയ്യരുത്, അവ നുള്ളിപ്പറക്കി കൊണ്ടുപോകും. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും ബാഗും എല്ലാ സാമഗ്രികളും എടുത്തുകൊണ്ടാണ് പോയത്. അപ്പോൾ ഇവിടാണ് നമ്മൾ ആഹാരം കഴിക്കുന്ന സ്ഥലം, ഡൈനിങ്. എന്തായാലും അങ്ങോട്ട് പോകാം. ഇവിടെ ബുഫേ സിസ്റ്റമാണ്. ബുഫേയിലിരുന്ന് നമ്മൾ കഴിക്കുകയാണ്. നിഗുമി നാഷണൽ പാർക്കിലെ ഒരു റൗണ്ട് കറങ്ങി ഞങ്ങൾ ഊണ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ എല്ലാ വാഹനങ്ങളും വന്നിട്ടുണ്ട്. പോയിട്ടുള്ള എല്ലാ വാഹനങ്ങളും ഇവിടെ ഊണ് കഴിക്കാൻ വേണ്ടി വന്ന്. അപ്പോൾ മനോഹരമായ കാഴ്ചകളാണ്. അതുകൊണ്ട് ആ കാണുന്നത് പന്നിക്കൂട്ടങ്ങളാണ്. ഇവിടെ ഇപ്പോൾ ഡെയിലി ആൾക്കാരെ കണ്ടുകൊണ്ട് ചിലപ്പോൾ അത് ഒരു വിഷയങ്ങളൊന്നുമില്ല. അതുകൊണ്ട് ഇവിടെ ഇരുന്നാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത്. ചിക്കനുണ്ട്, ബീഫുണ്ട്, മീനുണ്ട്, അങ്ങനെ ബുഫേ സിസ്റ്റമാണ്. ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം. പക്ഷേ നമുക്ക് യാത്ര ചെയ്ത് വരുമ്പോൾ കഴിക്കാൻ തോന്നത്തില്ല. അതുകൊണ്ട് വീണ്ടും വണ്ടികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ വ്യത്യസ്തമായ അനുഭവമാണ്. ഇതിനിടയ്ക്ക് ഈ കൂട്ടത്തിൽ നിന്ന് 2 പന്നികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോര്. ഇവർ തമ്മിൽ ആരാണ് ജയിക്കുന്നത്? 2 പേരും തേറ്റകൾ തമ്മിൽ മുട്ടിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ബലപരീക്ഷണം നടത്തുകയാണ്. കുറച്ചു നേരം അത് നോക്കിയിരുന്നു. അതിനിടയ്ക്ക് മറ്റ് ചില സഞ്ചാരികളും അതിന് ഇടയിൽ അത് കാണാൻ വേണ്ടി വന്നു. തൊട്ട് മുകളിലായിട്ട് ഒരു ചെറു കുരങ്ങ് ചാടി. അവിടെ ഇരിക്കുന്നവർ അതിനെ നോക്കി. വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. അതുകൊണ്ട് ഈ കാണുന്നത് എല്ലാം വൈൽഡ് ബീസ്റ്റും ഇമ്പാലയും പിന്നെ പെലിക്കൻ, കൊക്കുകൾ, പന്നി. ഇത്ര നേരം നമ്മൾ കാണാത്ത ഒരു ആളെ കൂടി ഈ യാത്രയിൽ നമ്മൾ കാണുന്നുണ്ട്. അത് സീബ്രയാണ്. അപ്പം സീബ്രയെ നമുക്ക് ഈ ഒരു ഫ്രെയിമിൽ കാണാൻ പറ്റി. ഇത്രയും യാത്ര ചെയ്ത് വന്നിട്ടും ഒരു ഗ്യാങ്ങിൽ പോലും ഇവരെല്ലാവരും ഒരുമിച്ചായിരിക്കും യാത്ര ചെയ്യുന്നത്. എന്നാലും ഒരു ഗ്യാങ്ങിൽ പോലും സീബ്രയെ നമുക്ക് കാണാൻ പറ്റിയില്ല. അപ്പോൾ അവസാനം ഈ ഒരു ഗ്യാങ്ങിൽ സീബ്രയും ഉണ്ടായിരുന്നു. വൈൽഡ് ബീസ്റ്റിൻ്റെ 2 ടൈപ്പ് ആൾക്കാരും ഈ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് നിൽക്കുന്നത് സീബ്രയാണ്. കണ്ടോ, സീബ്രയുണ്ട്, പന്നിയുണ്ട്, ഇമ്പാലയുണ്ട്. ഇവരെല്ലാവരും കൂടെയാണ് ഒരു ഗ്യാങ്ങായിട്ട് നടക്കുന്നത്. ഇവരെയാണല്ലോ മറ്റുള്ളവരെ ആക്രമിക്കുന്നത്. വൈൽഡ് ബീസ്റ്റിനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മൃഗങ്ങളും ആക്രമിക്കും. ചെന്നായുടെ കൂട്ടുള്ള ചെറു ഇതൊക്കെ ഉണ്ട്, അതെല്ലാം ഇതിനെയൊക്കെ ആക്രമിക്കും. അതുകൊണ്ട് ഇവർ കൂട്ടമായിട്ടാണ് പോകുന്നത്. ഒരുപാട് ഇമ്പാലകളും ഇതിൻ്റെ കാഴ്ചകളും ഒക്കെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇനിയും മറ്റനേകം മൃഗങ്ങളെ നമുക്കിവിടെ കാണാം. പക്ഷേ ഞങ്ങൾ ഇനി മസായിലേക്ക് പോവുകയാണ്. മസായി ഗോത്രങ്ങളെ അവരുടെ ഗ്രാമത്തിലേക്ക് പോകണം, മസായി ഗ്രാമത്തിലേക്ക്. ഇവിടുത്തെ യാത്ര ഞങ്ങൾ ഉച്ചകൊണ്ട് നിർത്തി. ഇനി മസായ ഗ്രാമത്തിൽ പോയിട്ട് അവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും അറിയാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ മസായി ക്യാമ്പിലേക്ക് തിരിയുന്ന വഴിയാണ്. ഇനി അവിടുത്തെ കാഴ്ചകൾ കാണാം.